പോപ്പുലർ ആങ്കർ. വാ 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 കേറി വാ. നിനക്കറിയാം നീ ആണെന്ന്. നീ വാ. എന്റെ ഭാവിയും കൂടെ ഇല്ലാണ്ടാക്കിയിട്ടാണ് നിൽക്കുന്നത്. നിനക്കും നല്ല വ്യത്യാസം ഉണ്ടല്ലോ. ഗ്ലൂട്ടാത്തിയോണ്ടാണോ? എന്റെ ജീവിതത്തിലെ വലിയ പ്രധാനപ്പെട്ട പല മൈൽ സ്റ്റോണുകളും ഞാൻ അച്ചീവ് ചെയ്തത് ധ്യാനിലൂടെയാണ്. ഷേ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലെ നായികയാണ്. അവനിപ്പോ ഏതോ നാട്ടില് ട്രക്ക് ഓടിച്ച് നടക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിരേട്ട എന്റെ പിറകെ ഇങ്ങനെ വരണേ? ഈ മനുഷ്യൻ ഇങ്ങനെ വഴുതി വഴുതി പോവാ. ഞാൻ എത്ര നാളെ പുറകെ നടക്കുന്നറിയാം. വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ വൈകാരികമായിട്ടുള്ള മൊമെന്റുകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ചെയ്താൽ ചേച്ചിയുടെ കണ്ണ് നിറയും. സത്യം അല്ലേ? പലപ്പോഴായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചിയുടെ കണ്ണ് നിറയും. അങ്ങനെ ഒരു സ്ത്രീയുടെ കണ്ണീര് വീഴാൻ ഞാൻ കാണുന്നു. ചിരിച്ച മുഖത്തോടെ ക്രൂരമായ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെ വേറെ ഇതില ഇന്റർവ്യൂലെ മാർക്കോ ചേച്ചി വന്നെ വിരട്ടി. ലൊക്കേഷനിൽ വന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന ചേച്ചി നിന്നു. ഇന്റർവ്യൂ വന്നിട്ട് പോയാൽ മതി, ഞാനങ്ങ് എറണാകുളത്ത് നിന്ന് വരിക. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഇനി ധ്യാനെ ഞാൻ ഒന്നുകൂടി വിളിക്കുകയാണ്, കാരണം ഒരു ബഞ്ച് ഓഫ് അവാർഡ്സ് കൂടി ധ്യാൻ കൊടുക്കാനുണ്ട്. സോ അതിനുവേണ്ടി മാത്രം വെരി ഫേവറേറ്റ് ധ്യാൻ ശ്രീനിവാസൻ. ഡിജിറ്റൽ മീഡിയയിലെ ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ ധ്യാൻ ശ്രീനിവാസനാണ് അവാർഡ് നൽകാൻ പോകുന്നത്. മോസ്റ്റ് പോപ്പുലർ ആങ്കറിനുള്ള അവാർഡാണ്. പേപ്പർ ഒന്നും വേണ്ട ഇതിന്. പേപ്പർ വേണ്ട, അത്രമാത്രം പ്രശ്നമാണ്. ഓക്കെ, ആരാണത്? ഇത് വെട്ടി മാറ്റി കളഞ്ഞിട്ട് വീണ്ടും എഴുതി ചേർത്താണ് പോലെ ഉണ്ടല്ലോ. ആണോ? ആരാണത്? എന്താ പോപ്പുലർ ആങ്കർ? ആ, വാ 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 കേറി വാ. നിനക്കറിയാം നീ ആണെന്ന്. നീ വാ വീണ വാ. yes, വീണ. ഞാനാണ് അവാർഡ് നൽകുന്നത്. യെസ്, പൊക്കി പറയാനുള്ള സമയമാണ്. അവാർഡ് കൊടുക്കുമ്പോ പൊക്കി പറയണം നമ്മള്. എങ്ങനെ പോപ്പുലർ ആയി? ആരാക്കി? ആര് പോപ്പുലർ ആക്കി? ഈ അവാർഡ് എനിക്കുള്ളതാണ്. ആണോ? നമ്മൾ പറഞ്ഞത് ഓൾറെഡി തീരുമാനിച്ചു വെച്ച അവാർഡുകളാണ്. ഇതില് വേറെ പരിപാടിയൊന്നും വേണ്ട. പക്ഷെ നമ്മൾ ഞെട്ടിയതുപോലെയൊക്കെ അഭിനയിക്കണം. ഏതാ പോപ്പുലർ ആയി? ഞെട്ടി. അല്ല, എന്നാലും വീണയെ പറ്റി, കാരണം ഇപ്പൊ നായിക കൂടിയാണ്, വീണയെ പറ്റി ഇനി വീണയ്ക്ക് ഭാവി സിനിമയിലാണോ ഇതിലാണോ? എന്താ തോന്നുന്നത്? ഡിജിറ്റൽ മീഡിയയിലാണോ? വീണക്കൊരു ഭാവി ഉണ്ടോന്ന് പോലും എനിക്ക് സംശയം. എന്റെ ഭാവിയും കൂടെ ഇല്ലാണ്ടാക്കിയിട്ടാണ് നിൽക്കുന്നത്. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ചിട്ട് അഭിനയിക്കാതെ ഇരിക്കുന്നത്. കാരണം എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം അല്ല, നിന്നെ ആരും വിളിക്കാതിരുന്നിട്ടല്ല. ഒരിക്കലും അല്ല. എന്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, അത് അത് എടുത്തു പറയണം. കാരണം മലയാള സിനിമയുടെ മലയാള ഷോർട്ട് ഫിലിം ചരിത്രത്തിലെ ആദ്യത്തെ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്ത നെവിൻ ഫ്രെഡിയാൻ ഷൂട്ട് ചെയ്ത ഷേ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലെ നായികയാണ് മീര. അന്നത്തോടുകൂടി ഞാൻ നിർത്തിയതായി. അവനിപ്പോ ഏതോ നാട്ടില് ട്രക്ക് ഓടിച്ച് നടക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അല്ല, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ അതോടുകൂടി സഹായിച്ചുകൊണ്ട് മീര പരിപാടി നിർത്തി. ആ ഷോർട്ട് ഫിലിമിൽ മീരനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ പരിപാടി ശരിയാവൂല. എവിടെ എന്താ കണ്ടിട്ടുണ്ടോന്നല്ലേ ചോദിച്ചുള്ളൂ. അങ്ങനെ അത്രേ പറയാവൂ കേട്ടോ. നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇപ്പഴത്തെ മീര അല്ല അപ്പോഴത്തെ മീര. പക്ഷെ കാശൊക്കെ വരുമ്പോ നമ്മൾ ഭയങ്കര സുന്ദരിയായിരുന്നു എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെ, ഇപ്പൊ എന്ത് പറ്റി? ഡള്ളായല്ലോ. അല്ലല്ല, ആരെ കൊണ്ടും എടുത്ത് കാണണം. ഇപ്പഴത്തെ മീര അപ്പത്തെ മീര വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നിനക്കും നല്ല വ്യത്യാസം ഉണ്ടല്ലോ. ഗ്ലൂട്ടാത്തിയോണ്ടാണോ? മനുഷ്യനോട് രഹസ്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. അല്ല, ഈ സാധനം എത്ര എന്തിങ്ങനെ ഇത് അടിച്ച് ഇതാക്കുന്ന സ്കിന്നിലോട്ട് അടിക്കുകയാണോ നിങ്ങള്? ഞാൻ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഉണ്ട് ഇന്ന്. എനിക്ക് മേക്കപ്പ് ഒന്നും ഇല്ല, ഇത് നാച്ചുറലാ. വ്യത്യാസം ഉണ്ടല്ലേ? എന്താ തോന്നുന്നത്? ഞങ്ങൾ ഏജിങ് ലൈക്ക് എ ഫൈൻ വൈൻ ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഞങ്ങൾ വന്നിട്ട് ദൂരദർശൻ തുടങ്ങിയ കാലം തൊട്ട് മീരയെ വാങ്ങിച്ച് കൂട്ടണോ? ഞാനൊക്കെ ആണെങ്കിൽ രമേശ് ചേട്ടൻ കളിയൊക്കെ ഫൈൻ വൈനല്ല, പട്ടച്ചാരായം എന്നൊക്കെ പറയണം.
എങ്കിലും പട്ടച്ചാരായോ അല്ല വൈൻ എന്ത് വൈൻ? വൈൻ എന്ന് പറയുമ്പോ ഇരിക്കും തോറും വീര്യം കൂടിക്കൊണ്ടിരിക്കും ഞങ്ങളുടെ. ചാരായം അങ്ങനെയൊക്കെ തന്നെയാ, ഇരിക്കുന്നവരല്ല, വെറുതെ ഇരുന്നാൽ തന്നെ ഭയങ്കര വീര്യം. എന്നാലും ഞങ്ങളെ പോലുള്ള ഗേൾസിന്റെ അടുത്ത്, അതായത് എന്റെ പ്രായത്തിലൊക്കെ ഉള്ള ഗേൾസിന്റെ അടുത്ത് ഒരു ഉപദേശം കൊടുക്കാൻ പറഞ്ഞാൽ എന്നാ കൊടുക്കും? ഞാൻ എന്തിനാ ഇവരെ ഉപദേശിക്കേണ്ട കാര്യം എന്താണ്? എന്നെ കുറെ പേര് ഉപദേശിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ, ഞാൻ അത് കേട്ടിട്ടാണ് ജീവിച്ചോണ്ടിരിക്കുന്നത്, ജീവിതത്തിന്റെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല, പെൺകുട്ടിയോട്, പയ്യന്മാരോടല്ല, എന്നെ പോലുള്ള ഒരു പെൺകുട്ടിയോട് എന്ത് ഉപദേശം കൊടുക്കും? ഇന്നത്തെ കാലം ഇങ്ങനത്തെയൊക്കെയാണ്, അറിയാലോ, ലഹരിയുടെയൊക്കെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിയോട് എന്ത്? ലഹരി സംബന്ധമായിട്ടുള്ളതാണോ? അല്ല, മൊത്തത്തിൽ അല്ല, ലഹരിയുടെ ഇതിന്ന് കുറച്ചുകൂടെ പറയാം. അല്ല, മൊത്തത്തിൽ ഞങ്ങൾക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യം എന്തായിരിക്കും? നിങ്ങൾ കെയർ ചെയ്യേണ്ടത്, ഞങ്ങൾ കെയർ ചെയ്യേണ്ട കാര്യം നിങ്ങളെ കെയർ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആണുങ്ങൾ പൊതുവെ, കാരണം ഈയിടെയായിട്ട് വളരെ നമ്മൾ കണ്ടുവരുന്നൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും ഇപ്പോഴത്തെ നമ്മൾ അനുകാലികമായി നടക്കുന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആണുങ്ങൾക്കാണ് കുറച്ചുകൂടെ കെയർ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സത്യമായിട്ടും നിങ്ങൾ ഓക്കെയാണ് ഇവിടെ ഈ രാജ്യത്ത്, നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും സുരക്ഷിതത്വവും ഞങ്ങളെ പോലത്തെ ആണുങ്ങൾ നൽകുന്നുണ്ട്, ഇല്ലേടാ? യെസ്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും കെയർ ചെയ്യണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇഷ്ടത്തിന് ജീവിക്കുക, ഒരു തെണ്ടിയുടെ ഉപദേശം കേൾക്കാതിരിക്കുക, നിങ്ങളെ സൗകര്യത്തിന് ജീവിക്കുക. പക്ഷെ ഭർത്താവ് പറയുമ്പോൾ കേൾക്കേണ്ടി വരുമോ? അത് നിന്റെ ഇഷ്ടം ആണല്ലേ? നിന്റെ ഭർത്താവ് എന്റെ അഭിപ്രായത്തിൽ നീ പറയുന്നതാണ് നിന്റെ ഭർത്താവ് കേൾക്കുന്നതാണ് എന്റെ. അതുകൊണ്ട് ഇനി നിന്നാ ശരിയാവില്ല, എന്നെ കൊല്ലും. അപ്പൊ വീണയെ പറ്റി 2 വാക്ക് പറഞ്ഞ് നമ്മൾ അവാർഡ് കൊടുക്കുകയാണ്. പോപ്പുലർ ആങ്കർ ആണ് വീണ. ആദ്യമായിട്ട് ധ്യാൻ എന്നെ കുറിച്ച് നല്ല വാക്ക് പറയാമോ ഞാൻ കേൾക്കുന്നത്. വീണയെ കുറിച്ച് 2 നല്ല വാക്ക്. അങ്ങനെ ഒരു ശബ്ദം അല്ല, എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നുള്ളൊരു ഇത് എന്നുവെച്ചാൽ വീണയെ കുറിച്ച് പറഞ്ഞേ പറ്റൂ. കാരണം വീണ ഒരിക്കലും ചില ആൾക്കാർ നമുക്ക് ചെയ്യുന്ന സമയത്ത് എന്നുവെച്ചാൽ ഞാൻ എത്രയോ ഇന്റർവ്യൂവിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വീണ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നും ചിലപ്പോൾ കാര്യമൊന്നും ഉണ്ടാവില്ല, ഒരു കാര്യമില്ലാത്ത ചോദ്യങ്ങളായിരിക്കും. പക്ഷെ വീണയുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്കത് അതിനൊരു എന്താ പറയണ്ടേ, ഒരു പൊടി എന്ന് പറയാൻ തോന്നൂല. അല്ലെങ്കിൽ നമുക്കൊരു വെറുപ്പ് തോന്നുന്ന രീതിയിലോ, വീണ അത് ചിരിച്ച് കളിച്ച് അത് തമാശയാക്കി വീണയുടെ ആ ചിരിയിൽ നമുക്കൊരു സന്തോഷം തരും. വീണയുടെ പ്രസൻസിൽ എപ്പോഴും തീർച്ചയായിട്ടും ഒരു എനിക്കിഷ്ടമാണ് വീണയുടെ കൂടെ ഇന്റർവ്യൂവിലിരിക്കാൻ. കാര്യങ്ങളൊന്നും തന്നെ വലിയ കാര്യമില്ലെങ്കിൽ പോലും അടിപൊളി. അപ്പൊ അവാർഡും കൂടെ ഞങ്ങൾ കൊടുക്കുകയാണ്. അവാർഡ് കൊടുക്കണോ? പോപ്പുലർ ആങ്കർ ഡെഫിനറ്റ്ലി നമുക്ക് അൺഡൗട്ടഡ്ലി വീണ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ വീണ പ്ലീസ്. താങ്ക് യു സോ മച്ച് വീണ. അങ്ങനെയൊക്കെ വരണമായിരുന്നല്ലേ. ഞാൻ എന്താണോ ധ്യാൻ ചെയ്തത് അതുപോലെ തന്നെ ചെയ്തത്. അല്ല, എനിക്ക് 2 വാക്ക് ധ്യാനിനെ കുറിച്ച് പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല മൈൽ സ്റ്റോണുകളും ഞാൻ അച്ചീവ് ചെയ്തത് ധ്യാനിലൂടെയാണ്. കാരണം ഞാനൊരു 1000 ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ടെങ്കിലും എവിടെ വെച്ച് ആരെന്നെ കണ്ടാലും ആ ധ്യാനിന് സുഖമല്ലേ, ധ്യാനിന്റെ ഇന്റർവ്യൂ എടുക്കുന്ന ആള് എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പൊ എല്ലാവരും എവിടെ വെച്ച് എന്നെ കണ്ടാലും എന്നോട് ചോദിക്കും, ഇപ്പൊ ധ്യാൻ ഏത് സിനിമയുടെ ലൊക്കേഷനിലാണ്, എന്താണ് എടുക്കുന്നതെന്ന്. പക്ഷെ വളരെ സത്യസന്ധമായി പറയാം, ഈ ഇന്റർവ്യൂവിന് കാണുന്ന സ്നേഹം മാത്രമേ ധ്യാൻ എന്നോടുള്ളൂ. അതിനുശേഷം നിനക്ക് എന്ത് സ്നേഹമുള്ളത്? നീ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണക്ക് പറഞ്ഞു തരട്ടെ, നിനക്ക് കിട്ടിയ പൈസ എത്ര ഷെയർ? ഇതാണ് അടുത്തത്. ഞാൻ ഈ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ടൂടെ, അതായത് നമ്മുടെ ജീവിതത്തില് ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കണം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുള്ളതല്ല. ഞാൻ വീണയുടെ കൂടെ ഒരു ഇന്റർവ്യൂവിന് ഇരുന്നു കുറച്ച് വർഷം മുന്നേ. ആ ഇന്റർവ്യൂവിന് മീന വിശ്വസിക്കില്ല, രാത്രി 1:30 മണി 1 മണിക്കാണ് ആ ഇന്റർവ്യൂ എടുക്കുന്നത്. രാത്രി ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ഇതേപോലെ രാത്രി 10-11 മണിക്ക് വരുന്നു, പുലർച്ചെ 1 മണിക്ക് ഇന്റർവ്യൂ എടുക്കുക, വീണയുടെ ഇന്റർവ്യൂ. ഓക്കെ, വീണയാണ് ആ ഇന്റർവ്യൂ എടുക്കുന്നത്. കുറേ നേരം സംസാരിക്കുന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം 2 മണിയായി 3 മണിയായി, ആ ഇന്റർവ്യൂ പാളിപ്പോയതിന് ശേഷം ഓർമ്മയില്ലേ? എന്നിട്ട് മീര ഞാൻ ചോദ്യങ്ങൾ ഉണ്ടാക്കി, ഞാൻ അവളോട് ചോദിക്കാൻ പറഞ്ഞ് ഞാൻ അത് പറഞ്ഞതനുസരിച്ച് അവൾ ചോദിച്ചതാണ് അവളുടെ കരിയറിലെ ഏറ്റവും നല്ല ഇന്റർവ്യൂലൊന്ന്. സത്യല്ലേ? ഇത് ഇങ്ങനെയൊന്നും അല്ല, അങ്ങനെ തന്നെയാണ് ഗൈസ്. അത് ഷൂട്ട് ചെയ്യുന്നത് എത്ര മണിക്കാന്ന് അറിയാമോ? പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്നത് പുലർച്ചെ 4 മണിക്ക്. അതൊക്കെ സത്യമാണ് അല്ലേ? പിറ്റേ ദിവസം രാവിലെ 6:30 മണിക്ക് എനിക്ക് ഷൂട്ടുണ്ട് അല്ലേ? രാത്രി 9:30 മണി കഴിഞ്ഞ് ഞാൻ തൊടുപുഴയിൽ നിന്ന് വന്നു. അതൊക്കെ ആർക്ക് വേണ്ടിയാ? വീണയ്ക്ക് വേണ്ടി.
പണത്തിന് വേണ്ടി അല്ല, ഒരിക്കലും അല്ല. അതുകൊണ്ട് കാരണം ഞാനത് ഫ്രീ ആയിട്ട് ചെയ്തല്ലേ, അതെ, അതെ. ചെറിയ പൈസയിലെ വാങ്ങിച്ചോളൂ. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് വീണ. ടൈം കൺസേൺസോട് മാത്രമാണ് ചക്കരാസിനെ. താങ്ക് യു സോ മച്ച് വീണ. ഇരുന്ന് ഇനി ഞങ്ങളുടെ പ്രോഗ്രാം കാണണം ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്. ധ്യാനെ ഞങ്ങൾ വിട്ടു തരുന്നില്ല. ഓക്കെ, അടുത്തതായിട്ട് റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ 2024 അവാർഡാണ് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത്. 2024 റൈസിംഗ് സ്റ്റാർ ആരായിരുന്നു എന്ന് ധ്യാൻ ശ്രീനിവാസൻ. റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ 2024 ഫസലു റഹ്മാൻ. ഫസലു റഹ്മാൻ ഞങ്ങളുടെ ബേസ് ഹോം സ്കോറിന്റെ മാസ്റ്റർ ബ്രെയിൻ ഫസലു റഹ്മാൻ ആണ് ഇന്ന് സന്തോഷത്തോടെ പറയുന്നത്. മേജർ ഷോസിന്റെ എല്ലാം തന്നെ മേജർ ക്ലൈന്റ് കൂടിയാണ്. 2 വാക്കാണ് ഇത്രയും വലിയ സ്കെയിലിൽ ധ്യാന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഹൗ ഹാപ്പി ആർ യു സർ റൈറ്റ് നൗ? മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ എന്ന ഈ പ്രോഗ്രാം ഞങ്ങളും ഇതിൻ്റെ ഒരു ഭാഗമായതിൽ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡ് ആയതുകൊണ്ട് തന്നെയാണ് ധ്യാൻ തന്നെയാണ് അത് കൈമാറണം എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ്. പ്ലീസ് ധ്യാൻ. വോയിസ് ഓഫ് സക്സസ് എക്സലൻസ് അവാർഡ് അൻസിയ കെ. അൻസിയാണ് വോയിസ് ഓഫ് സക്സസ് എക്സലൻസ് അവാർഡാണ്. പാലക്കാടിന്റെ മണ്ണിൽ നിന്നും തികച്ചും പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ സ്കിൻ കെയർ, ഹെയർ കെയർ, ബേബി കെയർ പ്രൊഡക്റ്റുകൾ ആയുർവേദത്തിന്റെ മേമ്പൊടിയോടെയാണ് വിപണിയിൽ എത്തിക്കുന്ന ഞങ്ങളുടെ ഉമ്മീസ് നാച്ചുറൽസിന്റെ ഉടമ കൂടിയാണ്, ഒരു ഓൺട്രപ്രണർ ആണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ അസൂയാവഹമായിട്ട് നോക്കിക്കാണുന്ന ഒരാൾ കൂടിയാണ്. ഒരു എന്താ പറയുക, പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ഹൗ എൻ ഓൺട്രപ്രണർ ഷുഡ് ബി എന്നതിൻ്റെ കൂടിയാണ്. ഒപ്പം തന്നെ രാംഷീദിനെ കൂടി ഈ ഒരു അവാർഡ് ഞങ്ങളോടൊപ്പം ഈ ഒരു സാന്നിധ്യ അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് എത്തണമെന്ന് ഞങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം തിരക്ക് പിടിച്ച ദൈനംദിന ജീവിതത്തിൽ സ്വന്തം ശരീരത്തെ എങ്ങനെ സംരക്ഷിച്ച് നിർത്താമെന്ന ചിന്തയിൽ നിന്ന് ഒരു പാലക്കാടുകാരൻ കണ്ട സ്വപ്നമാണ് ഇപ്പോൾ ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നത്. സ്ലിം വൈറ്റ് ഹെർബൽ ലൈഫിന്റെ ദി മാസ്റ്റർ ബ്രെയിൻ രാംഷീദ് കൂടിയാണ്. ധ്യാൻ രണ്ടുപേരും 2 മേഖലയാണ് എന്ന ഒരു വലിയ കോമൺ ഫാക്ടർ ഉണ്ട് ഇവർ ഒരുമിപ്പിക്കുന്ന. ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ്. അങ്ങനെ ഒരു വലിയ ഫാക്ടറും കൂടെ ഉണ്ട്. പക്ഷെ ഒരാളെന്ന് പറയുന്നത് ഉമ്മീസ് നാച്ചുറൽസ് എന്ന് പറയുന്ന ആയുർവേദത്തിൽ മാത്രം ഉണ്ടാകുന്ന പ്രോഡക്ട്സ് കൊണ്ട് നമ്മളിങ്ങനെ എന്താ പറയുക, നല്ല സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ തരുമ്പോൾ ഇവിടെ ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഹെർബലായിട്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാം എന്ന്, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താം എന്ന വളരെ ഹെൽത്തി തോട്ടിൻ്റെ ഇതാണ്. 1 ടേൺ ഓവറുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്, ഒരു വീട്ടിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, അവർക്കാണ് നമ്മൾ അവാർഡ് കൊടുക്കുന്നത്. വലിയൊരു കൈഡി കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ഉമ്മീസ് നാച്ചുറൽസ് അതുപോലെ തന്നെ സ്ലിം വൈ ഹെർബൽ ലൈഫിൽ നിന്നും ഞങ്ങളുടെ റംഷീദുമാണ് ഇവിടെ ഇതാ എത്തിയത്. താങ്ക് യു സോ മച്ച്. ഇരുവരും ഞങ്ങൾക്ക് വേണ്ടി തന്ന സപ്പോർട്ട്സിനെല്ലാം തന്നെ ഇനിയും ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. അടുത്ത ബെസ്റ്റ് കോമഡി ഐക്കൺ ആണ്, TV-യിലെയാണ് സിദ്ദിഖ് റോഷൻ. സ്പെഷ്യൽ ജൂറി അവാർഡ് ഫോർ എന്റർടൈൻമെന്റ് ടെലിവിഷൻ. എന്താ പറയുക, ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കോണ്ടന്റ്സ് ഇടുമ്പോൾ അതിന് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം. ഒരുപാട് സന്തോഷം. കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് ആങ്കർ മെയിൽ ഫീമെയിൽ ആരായിരിക്കും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അപ്പം വാ നമുക്കൊരു വീഡിയോ കാണാം. മനീഷ് നാരായണൻ, രജനീഷ് രജനീഷ് ചേട്ടനാണോ? ആരാണ് ദി ബെസ്റ്റ് ആങ്കർ ആയിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത് അറിയാൻ നമ്മൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ. അപ്പൊ അത് ആരാണെന്നുള്ളത് നമുക്കൊന്ന് പതുക്കെ പൊതുജനങ്ങളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാലോ, അവരുടെ മനസ്സിലുള്ള ബെസ്റ്റ് ആങ്കർ ആരാണെന്ന്. ബായോ, വീണ ചേച്ചിനാണ് ഇഷ്ടം. അതെന്താ വീണ ചേച്ചിനോട് അത്ര ഇഷ്ടം? കുറച്ച് ക്രിഞ്ചാണ്, പക്ഷെ അടിപൊളിയാണ്. എനിക്ക് മസ്താനെ ഇഷ്ടം. പക്ഷെ അതല്ല ഏറ്റവും ഇഷ്ടമുള്ള ആങ്കർ ആണ് ചോദിച്ചപ്പോ തന്നെ പറഞ്ഞല്ലോ, അത്രയ്ക്ക് ഇഷ്ടം. ഇടയ്ക്ക് കാണാറുണ്ട്. എന്താണ് ഭംഗിയാണ് ഇഷ്ടപ്പെടാൻ? മനീഷ് നാരായണൻ കുഴപ്പമില്ല. അതാണ് ഏറ്റവും ഇഷ്ടം. അതെന്താണ് മനീഷ് നാരായണനെ പെട്ടെന്ന് ഓർത്ത് പറയാനുള്ള ഒരു കാരണം? ആളുടെ നല്ല ആങ്കറിങ് ആണ്, കുറച്ച് ഇംപ്രസീവ് ആണ്, വേർഡ്സ് കാര്യങ്ങളൊക്കെ.
അതൊക്കെയാണ്. രജനീഷിനാണ് കൂടുതൽ ഇഷ്ടം. അതെന്താ? ആള് ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ഫീലിങ്സിനെ ഒന്നും തട്ടാനുണ്ടെങ്കിൽ ഫുൾ സ്ട്രെയിറ്റ് ആയിരിക്കും ചോദിക്കുന്നത്. ആളുടെ വിഷമത്തിൽ പങ്കിട്ട് കരയണയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ആളെ ഇഷ്ടം. അതുകൊണ്ട് പുള്ളീനെയാണ് ഭയങ്കര ഇഷ്ടം. ധന്യവർമ്മേനാണ് ഇഷ്ടം. എന്താ ധന്യവർമ്മേനെ അങ്ങനെ ഓർത്ത് പറയാനുള്ളൊരു കാരണം? ഈ കംഫർട്ടാണ് ആൾക്കാരെ ഇരിക്കുന്നവരാ കൂടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരെ നല്ല കംഫർട്ട് ആക്കിയാണ് സംസാരിക്കുന്നത്. ചേട്ടനോ? ധന്യവർമ്മ. പുള്ളിക്കാരിനെ തന്നെയാണോ ഇഷ്ടം? ധന്യയുടെ ഫാൻസ് ആണോ? ഓക്കെ, ധന്യവർമ്മേനാണ് ഇഷ്ടം. ഇവിടെയോ? എനിക്കും ധന്യവർമ്മേനെ തന്നെയാണ് ഇഷ്ടം. അതെന്താ ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം? കണ്ടിരിക്കാൻ രസമാണ്. പിന്നെ ദ വേ ഷീ സ്പീക്സ് ഇസ് വെരി നൈസ്, കംഫർട്ടിംഗ് ആയിട്ടാണ്. ഷീ കൻ ടോക്ക് വെൽ. സോ ഓക്കെ. ഇവിടെ I think she brings out like quality stuff and we can relate to it and also so I think she's a quality anchor. രജനീഷിനെ ഭയങ്കര ഇഷ്ടം. രജനീഷിനാണ് ഭയങ്കര ഇഷ്ടം. അതെന്താ? ആളുടെ കണ്ടന്റ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ആക്റ്റീവാണ്, കണ്ടന്റ് ഓറിയന്റഡ് ചെയ്യുന്നില്ല. രജനീഷിനാണ് ഇഷ്ടം. അതെന്താ രജനീഷിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം? രജനീഷ് അടിപൊളിയാണ്, ഭയങ്കര കണ്ടന്റ് ഓറിയന്റഡ് ആണ്. കൂടുതൽ ഇഷ്ടപ്പെടാനുള്ളത് പണ്ട് മുതലേ സൂര്യ ടി വി ഒക്കെ കണ്ടുവരുന്നതാണ്, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. മസ്താനി എന്താ കൂടുതൽ ഇഷ്ടപ്പെടാൻ? പിന്നെ ഓക്കെ, താങ്ക് യു സോ മച്ച്. സൗത്ത് പ്ലസിലൊരു ആങ്കർ ഇല്ലേ രജനീഷിന്റെ ഫാൻസ് ആണ് ഇവിടെ കൂടുതൽ. എന്താ രജനീഷിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? നല്ല ആളാണ്, നല്ല രീതിക്ക് എല്ലാവരോടും ഇന്റർവ്യൂസ് ഒക്കെ എടുക്കാറ്. ധന്യവർമ്മനാണ് ഇഷ്ടം. ബട്ട് വൈ? അടിപൊളിയാണ്, നല്ല കോൺഫിഡൻസ് ഉണ്ട്, പിന്നെ ക്വാളിറ്റി കണ്ടന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് നല്ല ആങ്കറാണ്. എനിക്ക് മെഹർ ഫാത്തിമ. എന്താ മെഹറിനെ ഇഷ്ടപ്പെടാൻ? ഭയങ്കര അടിപൊളി, ഇൻട്രസ്റ്റിംഗ് ആണ് ഇന്റർവ്യൂസ്. പിന്നെ എനിക്ക് ബാക്കി എല്ലാം കേൾക്കണം. പിന്നെ ഭയങ്കര ഇഷ്ടമാണ്, കോമഡിയാണ്. ധന്യവർമ്മനാണ് കൂടുതൽ ഇഷ്ടം. എന്താ പറയാനുള്ളത്? കേട്ടിരിക്കാൻ പറ്റും, ഒരുപാട് വെറുപ്പിക്കലില്ല, ഭയങ്കര മുത്തൊഴിയണോളത്തെ സംസാരം, മീൻസ് പക്ക ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ പറയും. ഞങ്ങളുടെ ബെസ്റ്റ് ആങ്കർ മെയിൽ ആൻഡ് ഫീമെയിൽ നമ്മൾ ഇത് അനൗൺസ് ചെയ്യാൻ പോവാണ്. ആൻഡ് ദ ഫീമെയിൽ ആദ്യം goes to ആരായിരിക്കും? neck to neck fight. റൈറ്റ്. ബെസ്റ്റ് സെലിബ്രിറ്റി ഇന്റർവ്യൂവർ ഫീമെയിൽ ധന്യ വർമ്മ. ധന്യ ചേച്ചി കണ്ടന്റ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് നമുക്ക് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ധന്യ വർമ്മ. ധന്യ ചേച്ചിയാണ് ഞങ്ങളുടെ വെരി ബോൾഡ് ബ്യൂട്ടിഫുൾ ധന്യ വർമ്മ. എന്താണ് പറയാനുള്ളത് ഈ ഒരു മൊമെന്റിൽ? ഹാപ്പിനെസ്. ആബ്സല്യൂട്ട്ലി. താങ്ക്സ് എ ലോട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. ഒത്തിരി സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് എനിക്കൊരു അവാർഡ് കിട്ടിയത് 10 വർഷം മുമ്പാണ്. സോ ഇറ്റ്സ് എ ലോങ് ഗ്യാപ്പ്. ആൻഡ് ശരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2020 കോവിഡ് സമയത്ത് കൊറോണ വൈറസിൻ്റെ ഒരു അവയർനെസ് വീഡിയോ ഇട്ടിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. എൻ്റെ നൈറ്റിയിൽ വീട്ടിലിടുന്ന വേഷത്തിലെടുത്ത് സ്റ്റാർട്ട് ചെയ്ത ചാനലാണ്. അതിന്ന് ഇവിടെ വരെ എത്തിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ധ്യാനേ എന്നാ വരുന്നേ? ഈ മനുഷ്യൻ ഇങ്ങനെ വഴുതി പോവാ. ഞാൻ എത്ര നാളെ പുറകെ നടക്കുന്നറിയോ? അല്ല മീര, അതിന് കൃത്യമായ കാരണമുണ്ട്. ഓക്കെ, എന്താണത്? എന്താ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ ഇന്റർവ്യൂ നമുക്കൊക്കെ പ്രിയപ്പെട്ടതാണ്. ചേച്ചിയുടെ ഇന്റർവ്യൂ അപ്പൊ ചേച്ചിയുടെ ഇന്റർവ്യൂ ഒരു ഫോർമാറ്റ് അറിയായിരിക്കുമല്ലോ. ചേച്ചി വളരെ സീരിയസ് ആണ്. ഒന്ന് ഫസ്റ്റ് സീരിയസ് അല്ല സീരിയസ് ആയിരുന്നു, ഇടക്കൊക്കെ ആവുന്നു. ഓക്കെ, ചേച്ചി നമ്മുടെ കൂടെ തന്നെ ചേച്ചിയുടെ അടുത്ത് വരുമ്പോൾ എല്ലാവരും ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മനസ്സ് വിട്ട് സംസാരിക്കുന്നു. ഞാൻ ഓൾറെഡി മനസ്സ് വിട്ട് കുറേ സംസാരിച്ച് കഴിഞ്ഞ് എൻ്റെ കണ്ടന്റ് തീർന്നു. ഓക്കെ, പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഒരു എല്ലാവർക്കും അറിയാം. മനസ്സ് വിട്ട് സംസാരിക്കുന്നതോടൊപ്പം തന്നെ ചേച്ചിയുടെ ഇൻ്റർവ്യൂവിന് ശ്രദ്ധിച്ചറിഞ്ഞാൽ മതി. പലരും വന്നിട്ട് അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ വൈകാരികമായിട്ടുള്ള മൊമെൻറ്റുകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ചേച്ചി അവരോട് ഇരുന്ന് ഇമോട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇമോട്ട് ചെയ്യുന്ന വെച്ചാൽ ചേച്ചിയുടെ കണ്ണ് നിറയും. സത്യം അല്ലേ? പലപ്പോഴായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചിയുടെ കണ്ണ് നിറയും. അങ്ങനെ ഒരു സ്ത്രീയുടെ കണ്ണീര് വീഴാൻ ഞാൻ കാണുന്നത്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് ഇനി അടുത്ത എനിക്ക് വേദനിപ്പിക്കാൻ. കാരണം എന്റെ കഥ കേട്ടല്ലേ ചേച്ചി ഫുള്ള് കരഞ്ഞു. അത്രമാത്രം തോൽവികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. കരഞ്ഞു പോകാനാണെങ്കിൽ ഒരിക്കലും അല്ല. ഞാൻ വന്നേ പറ്റൂ. ഞാൻ ഒരു രക്ഷയില്ല. ഞാൻ ഇങ്ങനെ പുറകെ തന്നെ നടക്കും. ഇൻഫാക്ട് എത്രയോ ആങ്കേഴ്സിന്റെ ലൈഫ് മാറ്റി മറിച്ചത് മാറ്റും. ചേച്ചിക്ക് അതിന്റെ ആവശ്യമില്ല, അവർക്ക് എന്നെ ആവശ്യമായിരുന്നു.
Thank you so much, Thank Dhyan. you, Ji. Thank Thank you. you. Thank Thank you. Thank you, Meera. താങ്ക് Thanks യു a lot, സോ everyone. മച്ച് ചേച്ചി, താങ്ക് യു സോ മച്ച്. എന്തായാലും ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. എനിക്ക് തോന്നുന്നു ഞാൻ ശ്രദ്ധിക്കുന്ന മഡോണയുടെ ഒരു ഇന്റർവ്യൂയിലൂടെയാണ് ശ്രദ്ധിക്കുന്നത്. മഡോണേനെ മറ്റേ വെള്ളത്തിലെടുത്തെറിഞ്ഞ ആ ഇന്റർവ്യൂയിലൂടെയാണ് ഞാൻ ചേച്ചിയുടെ ഭയങ്കര ഫാനായി മാറിയത്. എക്സ്പ്രഷൻ മഡോണയുടെ ഫാനല്ലേ ഉണ്ട്. അങ്ങനെ അതാണ്. ഓക്കെ, ഇനി കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ചേച്ചിക്ക് വലിയൊരു താങ്ക്സ് പറയുന്നു. ഇത്രയും നേരം ഞങ്ങൾക്ക് തുടങ്ങുമ്പോഴേ ചേച്ചി വന്നിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ ടുനൈറ്റ്. Thank you, Meera. Thank you, Dhyan. Thanks, Appu. Thanks, Milestone Makers. താങ്ക് യു സോ മച്ച് ചേച്ചി, താങ്ക് യു. ഇനി അടുത്തതാ ഞങ്ങൾ കടക്കാൻ പോകുന്നത് ബെസ്റ്റ് ആങ്കർ മെയിൽ ആണ്. ഫീമെയിൽ നമ്മൾ അറിഞ്ഞു, മെയിലും കൂടി ഒന്ന് അനൗൺസ് ചെയ്യണം. ധ്യാൻ ശ്രീനിവാസനാണ് ആ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ. നോ ഡൗട്ട് രജനീഷ് ഏട്ടൻ. Yes, ബെസ്റ്റ് സെലിബ്രിറ്റി ഇന്റർവ്യൂവർ. best celebrity interviewer ആണ് രജനി. മൂവി വേൾഡ് മീഡിയ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് എത്താണ്. ഒരുപാട് ഇന്റർവ്യൂസ് നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ചേട്ടാ, ഡിജിറ്റൽ സൂപ്പർ സ്റ്റാറിന്റെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് മേടിച്ചപ്പോ എന്നാ തോന്നി? അല്ല, ഇത് ധ്യാനിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഈ അവാർഡ്. ശരിക്കും അതാണ് ശരിക്കുള്ള അവാർഡ്. അന്യ ഇത്രയും ചിരിച്ച മുഖത്തോടെ ക്രൂരമായ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെ വേറൊരാൾ ചിരിച്ച മുഖത്തോടെ നമ്മളെ കൊല്ലില്ലേ. വളരെ സൗമ്യനും സരസ്വതൊക്കെ ആണെങ്കിൽ പോലും ടഫ് ചോദ്യം. നമ്മളെ ചോദ്യം കേട്ട് നമ്മളൊന്ന് രണ്ടു തവണ ആലോചിക്കണം. നമ്മളെ കളിയാക്കിയതാണോ, നമ്മളെ എന്തോ ഡീപ്പായ ചോദ്യങ്ങൾ. അത്തരത്തിൽ അൺഡൗട്ടില്ലേ രജനീഷ്? മുഖത്തൊരു ഭാവ വ്യത്യാസമില്ല, ഒന്നുമില്ല, നിർവികാരമായിട്ടിരുന്നു. ഇതിലെ ഇന്റർവ്യൂലെ മാർക്കോ ഇതേപോലൊരു കില്ലറ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാന്ന് പറഞ്ഞാലേ ചെറിയ കാര്യമല്ല. ഞാൻ പൊക്കിയതുകൊണ്ട് എന്നെ പൊക്കണം നിർബന്ധമില്ല. ഒരിക്കലും അല്ല. ധ്യാനെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. ഇപ്പൊ ധന്യ ചോദിച്ചില്ലേ, ധ്യാനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അവസാനം ഞാൻ വിനീതിനെ വിളിച്ചു. അപ്പോൾ വിനീതിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ധ്യാനെ കിട്ടുന്നില്ല, എന്താ ചെയ്യുക? അപ്പോൾ വിനീത് പറഞ്ഞു നടക്കും തോന്നല്ല, നോക്കാം, ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം. ധ്യാൻ എന്നെ തിരിച്ചു വിളിച്ചിട്ട് വീണ്ടും ധ്യാനെ കിട്ടുന്നില്ല. അപ്പം ഞാൻ അജുവിനെ വിളിച്ചു. അജു, ഇതാണ് വിനീത് പറഞ്ഞിരുന്നു, എന്നിട്ടും ധ്യാൻ വിളിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ കൈ കിട്ടുന്നില്ല. അപ്പോൾ ഓരോ ദിവസവും ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അജുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അജു പറഞ്ഞു, ചേട്ടാ നടക്കൂല, പക്ഷെ ഞാനൊന്ന് ശ്രമിക്കാം. ഇവരൊക്കെ വിചാരിച്ച നടക്കാത്തെന്താ ധ്യാനെ? ഒന്നും വിളിച്ചെടുക്കൂലെന്ന് വിനീത് ധ്യാൻ വിളിച്ചെടുക്കും. അല്ല, വിനീത് വിളിച്ചെടുക്കോ, ധ്യാൻ എടുക്കോ? ഇപ്പൊ പുള്ളി എന്റെ ഫോൺ എടുക്കാറില്ല, വർഷത്തിന് ശേഷം. അതുവരെ കുഴപ്പമില്ലായിരുന്നു. അല്ല, എന്നാലും എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കണുണ്ട്. ഇപ്പൊ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ഓഫ് ദി ഇയർ എന്തിനാ വെറുതെ ഒരു ടൈറ്റിൽ ഒന്നും തരല്ലേ? അതിന്റെ ബാധ്യത കൊണ്ട് 4 വർഷമായി ഞാനിങ്ങനെ നടക്കണം. അല്ല, എന്നാലും ഇതിപ്പോ ശ്രീനി അങ്കിളിനോട് പോയി പറയണം, അച്ഛാ ഞാൻ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്നു, അവാർഡ് കിട്ടി എന്ന് പറയുമ്പം ശ്രീനി അങ്കിളുടെ ഒരു റെസ്പോൺസ് എന്തായിരിക്കാനാണ് സാധ്യത? പോയ എന്റെ പൊന്ന്, ഒന്നും പറയാൻ ഒരു ആക്ഷനും ഇല്ല. എന്നാലും അവാർഡല്ലേ, ഒരു അവാർഡാണെന്ന് വിനീതേട്ടനോട് പറഞ്ഞാലോ? വിനീതേട്ടനോട് പോയി പറഞ്ഞാലോ ഈ അവാർഡിന്റെ കാര്യം? നിനക്ക് അവരെ രണ്ടുപേരും പേര് നശിപ്പിക്കുന്നെന്ന് പറഞ്ഞ് എന്നെ മിക്കവാറും വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥയില് നിൽക്കുന്ന എന്നോടാണോ ഡിജിറ്റൽ അവാർഡുമായിട്ട് പറയും ഇനി മേലെ ഡിജിറ്റൽ അവാർഡുമായിട്ട് വീട്ടിലോട്ട് വരരുതെന്ന്. പക്ഷെ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്ക് തന്നെയാണ് കൊടുത്തത്. എന്താ രജനീഷേട്ടാ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരുപാട് താങ്ക്സ് പറയാണ്. ഇതില് നിങ്ങൾ കൊടുത്ത ഏറ്റവും നല്ല അവാർഡ് ധ്യാന് കൊടുത്തതാ. അതിനെതിരഭിപ്രായമുള്ള ഒരാൾ പോലും ഇവിടെ ഉണ്ടാവില്ല. ഉണ്ടോ? ചോദിക്കണം, ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് രജനീഷേട്ടാ, താങ്ക് യു സോ മച്ച്. ഇനി മോസ്റ്റ് പോപ്പുലർ ആങ്കറെയാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരുപാട് മൂവി പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ധ്യാനിന്റെ ഒരുപാട് ഇന്റർവ്യൂസ് എടുത്ത ഒരാൾ കൂടിയാണ്. മോസ്റ്റ് പോപ്പുലർ ആങ്കർ ആണ്, മെയിലാണ്. പോപ്പുലർ ആങ്കർ മെയിലാണ് ആർ ജെ ശംഭു.
RJ ശംഭു ആണ്, മെയിലാണ്, പോപ്പുലർ ആങ്കർ ആണ്. ശംഭു, ധ്യാന്റെ കയ്യിൽ അല്ലെങ്കിൽ ധ്യാൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന കാര്യം? എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ കുറേ സ്ഥലത്ത് ട്രാവൽ ചെയ്ത് ഇന്റർവ്യൂ എടുത്ത രണ്ടുപേര് ഞങ്ങൾ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കാലൊടിഞ്ഞു കിടന്നപ്പോഴും കൈ ഒടിഞ്ഞു കിടന്നപ്പോഴും ഒക്കെ എനിക്കൊന്ന് വയനാട് തൊട്ട്. അതെ അതെ, കാരണം നമ്മൾ സാധാരണ സിനിമയുടെ പ്രൊമോഷനും അല്ലാതെയൊക്കെ ആയിട്ടുള്ള ഇന്റർവ്യൂകളൊക്കെ എറണാകുളത്ത് വെച്ചാണ്, അല്ലെങ്കിൽ സിറ്റി എറണാകുളത്ത് വെച്ചാണ് നടക്കാറ്. ഞങ്ങളാണ് കേരളം ഒട്ടും ചുറ്റി നടന്ന് ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ശംഭുവാണ്. എനിക്ക് തോന്നുന്നു വേറൊരു ഒരു ചാനലിലോ അല്ലെങ്കിൽ വേറൊരു ഇന്റർവ്യൂറും ഇത്രയും ഓടി നടന്ന് നമ്മൾ ഒരുമിച്ചെടുത്ത ഇന്റർവ്യൂസ് എല്ലാം പല പല സ്ഥലങ്ങളിലും കേരളത്തിലെ എനിക്ക് തോന്നുന്നു മിക്ക ജില്ലകളിലും ഞങ്ങൾ കാട്ടില് പറമ്പില് തണുപ്പില് മൂന്നാർ തൊട്ട് നമ്മൾ എടുക്കാത്ത സ്ഥലങ്ങളില്ല. ആ രീതിയിൽ വെച്ചാൽ എനിക്ക് തോന്നുന്നു ശംഭു ആയിരിക്കും ഏറ്റവും മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് അല്ലേ. കാലൊടിഞ്ഞ് കിടന്നപ്പോ ഒരു ടെമ്പോ ട്രാവലിൽ ഒരു 10ഓളം പെൺകുട്ടികളുമായിട്ട് വന്ന ആളാണ് ശംഭു. അതിന്റെ ഇടയിലും അല്ല, അത് ധ്യാന് വേണ്ടിയാ കൊണ്ടുവന്നേ, ധ്യാന്റെ ചുറ്റും ഇരുത്താൻ വേണ്ടി. ഓണാഘോഷം അപ്പൊ എന്തായാലും ഡിസേർവിംഗ് ആയിട്ടുള്ള ശംഭു ഹാപ്പി അല്ലേ കാര്യങ്ങൾ? ഭയങ്കര ഹാപ്പിയാണ്. എനിക്കൊന്നു 2015 തൊട്ട് ധ്യാന ഇന്റർവ്യൂ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 10 years അടി കപ്പിയാരെ കൂട്ടമണിയാണ് നമ്മുടെ ഫസ്റ്റ് ഇന്റർവ്യൂ. അതും FM-ൽ വെച്ച്. 10 വർഷം സ്റ്റിൽ യങ്. ഇങ്ങനെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഇല്ലായിരുന്നു നമുക്ക് സത്യം ഇതെല്ലാം പോലെ നിർത്തണം കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ശംഭു. ഇതുപോലെ ഇനി ഗേൾസുമായിട്ട് ലോകം മുഴുവൻ ചുറ്റാൻ പറ്റും വേണ്ടി. അയ്യേ, അതിന് വേറെന്തോ ഒരു അർത്ഥം കൊണ്ടുണ്ട് എനിക്ക് വേണ്ടി. അല്ല, മീര അങ്ങനെ പറഞ്ഞോണ്ട് പറഞ്ഞ. ഓക്കെ, സൂപ്പർ. താങ്ക് യു സോ മച്ച് ശംഭു. താങ്ക്സ് എ ലോട്ട്. ഓക്കെ, അപ്പൊ ഇനി മോസ്റ്റ് പോപ്പുലർ ആങ്കർ ഫീമെയിലും കൂടി ഞങ്ങളൊന്ന് ധ്യാനെ കൊണ്ട് കൊടുപ്പിച്ചാൽ ധ്യാനെ ഉടനെ തന്നെ ഞങ്ങൾ വിടാനായിട്ടുള്ള ശ്രമം തുടങ്ങാണ്. ഫീമെയിൽ ആങ്കർ ആണ്, വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. പോപ്പുലർ ആങ്കർ ഫീമെയിൽ രമ്യ നിഖിൽ. രമ്യജേ, എന്നോട് സീരിയസ് ആയിട്ട് അവാർഡ് നൈറ്റ് ചെയ്യണമെന്ന് അപ്പൂസ് കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഒരാള്. അപ്പൊ ഇവിടത്തെ രമ്യ ചേച്ചിയാണ്. Still so young and beautiful. ഞങ്ങളുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഷോ അസാധ്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വരുന്ന ഗസ്റ്റുകൾ ഒന്ന് കരയിക്കും, ഒന്ന് മനസ്സ് തൊടിയിക്കും, സർപ്രൈസസ് നൽകും. എനിക്ക് പ്രായം നിർണ്ണയിക്കാൻ പറ്റാത്ത കുറച്ച് പേരിൽ ഒരാളാണ് രമ്യ ചേച്ചി. അല്ല, ഞാൻ ചോദിക്കട്ടെ, മീര തന്നെ ഇവിടെ നിന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് മീരയ്ക്ക് ഭയങ്കര പ്രായമായി, എനിക്ക് കുറേ പ്രായമായി എന്ന് മീര തന്നെ പറയാം. അപ്പൊ എന്നെ പറയുമ്പോ മീര പറയാ എന്റെ സൂപ്പർ സീനിയർ ആണ്. അപ്പൊ എനിക്ക് എത്ര വയസ്സാണ് മീര? അങ്ങനെയല്ല, ഒരു 30 കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു ചെറിയൊരു മുട്ടുപിടുത്തം. നിനക്ക് 30 വയസ്സെന്നോ ചേച്ചി? എനിക്ക് തോന്നുന്നു നേരത്തെ രജനീഷ് ചേട്ടന്റെ കേസ് പറഞ്ഞ പോലെ ചേച്ചി ഞങ്ങള് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ഇന്റർവ്യൂ, ഇവിടെ നോക്കണേ, കാഞ്ഞിരപ്പള്ളി. അപ്പൊ എനിക്ക് അന്ന് ഷൂട്ടുണ്ട് രാത്രി, എറണാകുളത്ത് നിന്ന് വന്നിരിക്കുക. അപ്പൊ എന്റെ ഷൂട്ട് അന്നത്തെ ദിവസം കൂടെ ഉള്ളു, ലാസ്റ്റ് ഡേ ലൊക്കേഷൻ. ചേച്ചി വന്നെ വിരട്ടി, ലൊക്കേഷനിൽ വന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന ചേച്ചി നിന്നു. ഇന്റർവ്യൂ വന്നിട്ട് പോയാൽ മതി, ഞാനങ്ങ് എറണാകുളത്ത് നിന്ന് വരുവാന്ന്. ഞങ്ങളുടെ ഷൂട്ടൊക്കെ നിർത്തി, ഞാൻ അവിടെ അല്ലേ എന്തോ ഒരു സാധനം പണി നിർത്തി. ചേച്ചി ഒന്ന് പോയി ചേച്ചി പ്ലീസ്, ഞാൻ അവിടെ. ചേച്ചി അങ്ങനെ വളരെ സ്വീറ്റ് ആണ്. നീ എന്താ എന്നെ വിളിച്ചു വരുത്തി ഇതാക്കണം ചേച്ചി, തീർത്തോട്ടെ ചേച്ചി പ്ലീസ് ചേച്ചി. അത് സത്യമാണ്. പാതിരാത്രി എന്തോ പേടിയോടുകൂടി കാണുന്നു. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ സീനിയർ ആണ്, നമുക്ക് ആ ബഹുമാനം കൊടുക്കണല്ലോ, അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. അതുകൊണ്ട് തന്നില്ല, അഹങ്കാരി. എന്റെ അടുത്ത് പറഞ്ഞു ചേച്ചി സമയം നോക്ക് ചേച്ചി, എത്ര ലേറ്റ് ആയെന്ന് നോക്ക്. ചേച്ചിനെ സുരക്ഷിതമായിട്ട് അവിടെ എറണാകുളം വരെ എത്തിക്കണം. ഈ ലേറ്റ് ആയ സമയത്ത് ചേച്ചി ലേറ്റ് ആയി വൈകി വീട്ടിലെത്തുമ്പോഴേക്കും നിഖിലേട്ടൻ എന്ത് പറയും? അപ്പൊ ഞാൻ ചേച്ചി പറഞ്ഞു വൈകണ്ട, പെട്ടെന്ന് തന്നെ ചേച്ചി വിട്ടോന്ന് പറഞ്ഞു. അല്ല, ചേച്ചി ഇവിടെ നിൽക്കുമ്പോ തന്നെ നമുക്ക് ആ ഒരു അവാർഡും കൂടെ കൊടുക്കാനുണ്ട്. കാരണം ചേച്ചി
ധ്യാൻ തന്നെ ആ അവാർഡും കൂടെ കാരണം ചേച്ചി നിൽക്കുമ്പോഴേ ആ ഒരു അവാർഡും കൂടെ നമുക്ക് കൊടുത്ത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ചേച്ചിക്കല്ല, വേറെ ചേച്ചിക്ക് കൊടുത്തു നമ്മള്. അപ്പോ എന്താണ് ആ അവാർഡ് എന്ന് നമുക്കൊന്ന്, ധ്യാനാണ് ആ അവാർഡും കൂടി ഒന്ന് ചേച്ചി ഒന്ന് അനൗൺസ് ചെയ്യാവോ? എന്താണ് ആ അവാർഡ് എന്ന്? ഇത് ഞാൻ പറഞ്ഞ ചുമ്മാ എല്ലാരും ചേച്ചി ചേച്ചി എന്താണേലും ഇത്രയായില്ലേ നമ്മള്? നിങ്ങൾ രണ്ടുപേരും ആര് പറയും? ഇതൊരു ലൈഫില് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസിലെ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇത് ഞാൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാല് ഭയങ്കര ഓക്വേർഡ് ആയിരിക്കും അത്. അപ്പൂസേ ഇതെന്താണ്? അല്ലെങ്കിൽ ഇങ്ങ് തരൂ, നിങ്ങൾ ആരെങ്കിലും അനൗൺസ് ചെയ്യില്ലെങ്കിൽ ഞാൻ ഈ തേങ്ങ ഉടക്കി അല്ല, എന്നാ ഈ ഭാഗ്യം ഞാൻ തന്നെ ഏറ്റെടുക്കാണ്. ഞാൻ തന്നെ എനിക്ക് അവാർഡ് അനൗൺസ് ചെയ്യാണ്. ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഡേ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാം ആണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്വന്തമായ അവാർഡ് കൊടുക്കുന്നു. വളരെ മനോഹരമായ ധ്യാനേ ഇത്രയൊക്കെ അറേഞ്ച് ചെയ്തില്ലേ നമ്മള്? പക്ഷേ ചേച്ചി അത് അവതരിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു ക്രിയേറ്റീവ് ഹെഡ് ഉണ്ടായിരുന്നു. ആളെ പറ്റി പറയുകയാണെങ്കിൽ ഷാജി പാപ്പനാണ് ആള്. അതിലുപരി കെന്നാസണിയുടെ ഹസ്ബൻഡ് ആണ്. അതിലുപരി മൈൽസ്റ്റോൺ മേക്കേഴ്സ് എല്ലാമാണ്. അവാർഡ് ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ പോലെയും ഷാൽവിനെ പോലെ തന്നെ അതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത ഒരാളാണ് അപ്പൂസ്. കാരണം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഷോയിൽ ഒരുപാട് ഗസ്റ്റുകൾ വരും, കുറേ സർപ്രൈസ് എൻട്രീസ് ഒക്കെ ഉള്ളതാണ്. അതെല്ലാം അറേഞ്ച് ചെയ്യേണ്ടതും ആ ഷോയിലേക്ക് വരേണ്ട ഗസ്റ്റുകൾ ആരാണെന്ന് എല്ലാം ഡിസൈഡ് ചെയ്യുന്നതും എല്ലാം ചെയ്യേണ്ടത് ദ വൺ ആൻഡ് ഓൺലി മിസ്റ്റർ അപ്പൂസ് ആണ്. അപ്പൂസ് മടിച്ചാലും അപ്പൂസ് ദയവ് ചെയ്ത് വന്നേ പറ്റൂ. അപ്പൂസ് വന്നേ പറ്റൂ. ഫോട്ടോ എടുത്തിട്ട് പോവാം. വരൂ അപ്പൂസിന് നല്ല കൈ കൊടുക്കാം. Come on. ഒരു ഫോട്ടോ ഫിനിഷ് ബോയ്സ്. ഒരു ഫോട്ടോ. അപ്പൂസ് ഷാൽവിന് എല്ലാ സപ്പോർട്ടുമായിട്ട് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് എൻ്റെ അപ്പൂസ്. അപ്പൂസിന് വേണ്ടിയാണ് താങ്ക് യു. ആൻഡ് ഷാൽവിൻ ആദ്യമായിട്ട് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസിന് എല്ലാവരെയും കൂടെ ഒരു കുടക്കീഴിൽ അണിനിരത്തിയപ്പോൾ ഇന്ന് എന്ത് തോന്നി? മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് ഞാൻ തുടങ്ങിയ സമയത്ത് 2021 അപ്പം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വലിയൊരു അവാർഡിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരോടും ഒറ്റയ്ക്ക് ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ടീം വർക്ക് അതിനാണ്. അപ്പോൾ എൻ്റെ കൂടെ എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഈ സമയം ഞാൻ അവരെല്ലാം ഓർക്കുന്നു. സോ ധ്യാനേട്ടനും ഇന്ന് വന്ന എല്ലാവരോടും ഞാൻ ഒരു വലിയൊരു താങ്ക് യു പറയുന്നു. നമ്മളൊരു ഷോ ഇങ്ങനെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എഫേർട്ട് നമ്മൾ എടുക്കുന്നത്. അതിന് കൂടെ നിന്ന് ഇപ്പം അറിയാം എല്ലാം പുറത്ത് വേറെ മീഡിയാസാണ്. അപ്പോൾ അവരെല്ലാം ഇവിടെ വന്ന് ഈ ഒരു ഷോ സഹകരിച്ച എല്ലാവർക്കും, എല്ലാ ആങ്കേഴ്സ് ആവട്ടെ, എല്ലാ ഷോ ഉള്ള എല്ലാവരും ആവട്ടെ, എല്ലാവരോടും വലിയൊരു ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പം മൈൽസ്റ്റോൺ മേക്കേഴ്സിന് വലിയൊരു താങ്ക്സ് പറയാണ്. രമേശ് ചേച്ചിക്കും ഷാൽബിനും താങ്ക് യു സോ മച്ച്.